നാളെ ഒരു 3 മണിക്ക് എന്നെ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പോഴേക്കും എന്തെങ്കിലും ഒരു തീരുമാനമാവുമെന്ന എൻ്റെ പ്രതീക്ഷ. ആ ശരി. അതെ, പ്രിയങ്ക മോൾക്കൊരു പരാതിയുണ്ട്. എന്താ മോളെ, പറയേ. നാളെ പ്രിയങ്ക മോളുടെ വീട്ടിലേക്ക് ചടങ്ങനുസരിച്ച് ഇവര് പോവേണ്ടതല്ലേ? വരുണിനോട് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ല. അവന് വേറെന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടെന്നാ പറയുന്നത്. അതൊക്കെ വെറുതെ പറയുന്നതാ അച്ഛാ. വരുണിന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ തീരെ ഇഷ്ടമില്ല. ഞങ്ങൾ പാവങ്ങളല്ലേ. മാത്രമല്ല, എന്നെ ഇഷ്ടമില്ലാത്ത ഒരാള് എന്റെ വീട്ടിലേക്ക് വരുന്നതും ഇഷ്ടപ്പെടില്ലല്ലോ. ഏയ്, അങ്ങനെയൊന്നും കരുതരുത് മോളെ. പത്മിനി, നീ ഈ കാര്യം അമ്മയോട് സംസാരിച്ചോ? ഞാൻ ഇക്കാര്യം അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്. അമ്മ അവനോട് ചോദിക്കാന്നും പറഞ്ഞു. ചെന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ വിളിക്കും. ഞാൻ അവരോട് എന്താ പറയാ? വരില്ലെന്ന് തീരുമാനമൊന്നും എടുത്തിട്ടില്ലല്ലോ. മോള് വിഷമിക്കാതിരിക്കുക. എന്താ അമ്മേ, അമ്മ വരുണിനോട് സംസാരിച്ചോ? നാളെ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, പോയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ നിർബന്ധം പിടിക്കേ. ബന്ധുവീട്ടിലെ ചടങ്ങുകളുടെ പ്രാധാന്യം അമ്മയ്ക്ക് അറിയില്ലേ? എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കുന്ന അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാൻ പറ്റാത്തത്? നിർബന്ധിക്കുന്നതിനൊരു പരിധിയില്ലേ? ശരി, നമുക്ക് ആർക്കും അവനെ നിർബന്ധിക്കാൻ പറ്റില്ല. അവനെടുത്ത തീരുമാനത്തെ മാറ്റാനും പറ്റില്ല. പക്ഷേ ഈ നിൽക്കുന്ന പെൺകുട്ടിയോട് നമ്മൾ എന്തു പറയും? അവളുടെ കുടുംബം അവൾക്ക് വലുതല്ലേ? അവിടുത്തെ ചടങ്ങുകൾ അവൾക്ക് പ്രധാനപ്പെട്ടതല്ലേ? അമ്മ പറയൂ. ഞാനിതിലിപ്പോ എന്ത് പറയാനാ? എന്നാ പിന്നെ ഞാൻ പറയാം. പത്മിനി, നീ അവനെ വിളിക്കുക. അച്ഛാ, വഴക്ക് പറഞ്ഞും ബഹളം വെച്ചോ ഒന്നും വരുണിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കണ്ട. വരുൺ വരുന്നില്ലെന്ന് തീരുമാനിച്ച പിന്നെ എന്റെ വിധി അങ്ങനെയാണെന്ന് ഞാൻ കരുതിക്കോളാം. വെറുതെ ആവശ്യമില്ലാത്തത് പറയല്ലേ മോളെ. വിധിയെക്കുറിച്ച് പറയാനും പരിഭവിക്കാനുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ല. ചിലപ്പോൾ അവൻ്റെ ഒരു കുസൃതി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മോനെ, നാളെ രാവിലെ പ്രിയങ്കയും കൂട്ടി അവളുടെ വീട്ടിൽ പോകണം. അവിടെ എന്തെങ്കിലും ചടങ്ങുകളുണ്ടെങ്കിൽ അത് തീർത്തിട്ട് വേണം വരാൻ. എന്ത് ചടങ്ങ്? അവിടെ നിന്ന് കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്ന് കുറച്ച് പേര് അങ്ങോട്ട് പോകുന്നു. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പിരിയുന്നു. അല്ലാതെ ഈ ചടങ്ങിലൊക്കെ എന്തർത്ഥമുള്ളത്? ഏത് ചടങ്ങിന് അർത്ഥമുള്ളത്? നീ വിവാഹം കഴിച്ചപ്പോൾ എന്തിനായിരുന്നു ഒരു കതിർമണ്ഡപവും ഇത്രയധികം ആളുകളും? ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ ചുറ്റും വലിയ ആൾബലമൊന്നും വേണ്ടല്ലോ. അതിനെക്കുറിച്ച് ചിന്തിച്ചോ? എടാ, ഉത്സവത്തിന് ആളുകൾ കൂടുന്നത് എന്തിനാ? അമ്പലം കാണാനോ ദേവന് ചെയ്യുന്ന ചടങ്ങുകൾ കാണാനോ അല്ല. എടാ, തടിച്ചു കൂടുന്ന ആളുകൾ അതെന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരു വലിയ ആഘോഷം, ആളുകൾ പരസ്പരം കാണുന്നു, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെയാ ബന്ധുവീട്ടിലെ ചടങ്ങുകളും. ഞാൻ പറഞ്ഞില്ല അച്ഛാ, എനിക്ക് ചില കമ്മിറ്റ്മെന്റ്സ്. സ്വന്തം ജീവിതത്തിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു കമ്മിറ്റ്മെന്റും ഏറ്റെടുക്കാൻ പാടില്ല. അങ്ങനെയുള്ളവര് കുടുംബം നടത്താൻ പാടില്ല, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാനും പാടില്ല. ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ഈ കാര്യത്തിൽ ഒരു എതിർപ്പും നീ പറയാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. ശരി, ഞാൻ പൊക്കോളാം. ഓ, അങ്ങനെ നീ എന്തോ ത്യാഗം ചെയ്യുന്ന പോലെ വേണ്ട. സന്തോഷത്തോടെ പോകുന്നു, സന്തോഷത്തോടെ തിരിച്ചു വരുന്നു. ശരി. മോളെ, കഴിഞ്ഞല്ലോ നിന്റെ പ്രശ്നം. ഓ അച്ഛാ, സന്തോഷായി. ഇങ്ങനെ അനുസരിപ്പിക്കാൻ അറിയെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് അവനെ പിടിച്ചു നിർത്തിയാൽ എന്താ? അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും തിരുത്തി കൊടുത്താൽ എന്താ? പത്മിനി, മുതിർന്നവരോട് കുട്ടികൾക്ക് ബഹുമാനവും അനുസരണയൊക്കെ ഉണ്ട്. അത് പോകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മൾ എന്തു പറഞ്ഞാലും അവരനുസരിക്കുമല്ലോ എന്ന് കരുതി കൂടെ കൂടെ പറയാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ശാസിക്കാനുള്ള അധികാരമുണ്ടെങ്കിലും അത് അളവനുസരിച്ച് ഉപയോഗിക്കാൻ പഠിക്കണം. തൽക്കാലം എൻ്റെ മോനെ വെറുപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല, മനസ്സിലായോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കെട്ടിച്ചമഞ്ഞ് പോയിട്ട് സന്ധ്യ കഴിഞ്ഞിട്ടും അവള് തിരിച്ചെത്തിയില്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞത്, കന്നിനെ കയം കാണിക്കരുതെന്ന്. അവൾക്ക് അതിനുള്ള യോഗ്യതയില്ല. ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടും കാര്യമില്ല. അവള് വരുമമ്മേ. ഉത്തരവാദിത്തമുള്ള ഒരാളുടെ കൂടെയല്ലേ പോയിരിക്കുന്നത്. ഉത്തരവാദിത്തമുള്ള ആളോ? ആ നടി നിന്റെ ആരാ? ഇതിപ്പോ പോയ സ്ഥലത്തുനിന്ന് കുറെ വൃത്തികെട്ട ശീലങ്ങളും പഠിച്ചോണ്ട് വന്നോളൂ. നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് എന്തും നടക്കും. അവിടുന്ന് ഇവിടുന്ന് കേട്ടത് വെച്ച് എന്നോടെന്തെങ്കിലും സംസാരിക്കാൻ വന്നോ അവളുടെ ചെവിട് ഞാൻ അടിച്ചു പൊളിക്കും. എവിടായിരുന്നടി നീ ഇതുവരെ? കുറച്ചുമുമ്പ് വിനയ മാഡം പോയതേ ഉള്ളൂ മുത്തശ്ശി. ഞാനിതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി. അച്ഛാ, എല്ലാവർക്കും ഉള്ള ഡ്രസ്സാ. അവരോട് ഏറുന്നതായിരിക്കും. അല്ല മുത്തശ്ശി, ഇതൊക്കെ എനിക്ക് കിട്ടിയ പ്രതിഫല. നിനക്ക് കിട്ടിയ പ്രതിഫലോ? എന്തിന്? അച്ഛാ, ഞാനിന്ന് സ്റ്റുഡിയോയില് പാടി. മോൾക്ക് എങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ പാടാൻ പറ്റിയത്? അത് ശ്യാമ മാഡത്തിന്റെ കൂടെ പാട്ട് പാടാൻ ഒരു കുട്ടി വന്നു. പക്ഷെ ആ കുട്ടിക്ക് പാടാൻ പറ്റിയില്ല. അപ്പോ അവിടെയുള്ള ആളുകള് എന്നോട് പാടാവോന്ന് ചോദിച്ചു. നിർബന്ധിച്ച് എന്നെ കൊണ്ട് പാടിച്ചു. എല്ലാരും നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഇത് വളരെ അതിശയമുള്ള കാര്യമാണ് മോളെ. ഒരു പാട്ടുകാരിക്കൊപ്പം ഇത്രയും വലിയൊരാളുടെ കൂടെ പാടാനൊക്കെ എത്ര പേര് കൊതിച്ചു നടക്കുന്നു. ഏതായാലും വിനയ മാഡത്തിന്റെ കൂടെ പോയിട്ട് അങ്ങനൊരു ഭാഗ്യം മോൾക്കുണ്ടായല്ലോ. അമ്മ എന്താന്നും പറയാത്തെ? കേട്ടത് വിശ്വാസം വരണ്ടേ കുട്ടി? എന്നാ വിശ്വസിച്ചോ? പാട്ട് പാടിയതിന് ആ സിനിമയുടെ പ്രൊഡ്യൂസർ എനിക്ക് കുറച്ച് പണം തന്നു പ്രതിഫലമായിട്ട്. ഇതൊക്കെ അതിന്ന് വാങ്ങിച്ചതാ. നന്നായി മോളെ. ഒരുപാട് അവഗണനകളുടെ നടുവിൽ നിന്ന് നിന്നെ അംഗീകരിക്കാനും ആരെങ്കിലൊക്കെ ഉണ്ടായല്ലോ. അമ്മ, നിന്റെ പാട്ട് സിനിമയിലുണ്ടാവോ? റേഡിയോയിലും ടിവിയിലും ഒക്കെ കാണാനും കേൾക്കാനും പറ്റുമോ? ഓവന്നാ തോന്നുന്നേ. ആഹാ.
മുത്തശ്ശി. എന്താ അമ്മ ഇത്? എത്ര വലിയൊരു കാര്യം സാധിച്ചാ അവിടെ വന്നിരിക്കുന്നത്. ഇതാ സന്തോഷത്തോടെ ഇതങ്ങ് വാങ്ങിച്ചേ. വാങ്ങിക്കമ്മ. ഇനി പാട്ടും കൂത്തൊന്നും പറഞ്ഞ് ഇറങ്ങിക്കോണം. ഇനി അതും കൂടിയേ ഉള്ളൂ. അച്ഛാ, എല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് ബാക്കി ഇത്രയുണ്ട്. ഇത് അച്ഛൻ്റെ കയ്യിലിരിക്കട്ടെ. എല്ലാവർക്കും എടുത്തു. നിനക്കെന്താ ഒന്നും എടുക്കായിരുന്നു? എനിക്കൊന്നും വേണ്ട അച്ഛാ. ഇന്നിപ്പോ ഞാൻ കൃഷ്ണ, എവിടേക്കാടി ഒരുങ്ങിക്കെട്ടി? അല്ല, പ്രിയയും ഭർത്താവും വരുന്ന ദിവസമല്ലേ അമ്മ പറഞ്ഞു. അയ്യോ, പ്രിയങ്ക അവളുടെ ഭർത്താവും വരുന്നതേ നിന്റെ മോന്ത കാണാനൊന്നുമല്ല. അമ്മ വേറെ എന്തു പറഞ്ഞു തന്നു നിനക്ക്? അവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറഞ്ഞു? നിന്റെ കഴുത്തി താലി കെട്ടിയത് അവനാണെന്ന് പറയാൻ പറഞ്ഞു? പറയടി. ഇല്ല മുത്തശ്ശി, നീ ഇവിടെ ഇല്ല. എന്നേക്കുമായി നീ ഇവിടെ നിന്നും പോയി എന്നാണ് വരുൺ മോനോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ അവൻ നിന്നെ കണ്ടാലുള്ള കാര്യം അറിയാലോ. അവൻ നിന്നെ കണ്ട് സത്യം വിളിച്ചു പറഞ്ഞാൽ ഈ കുടുംബത്തെ ആദ്യം വീഴുന്നത് ആരാണെന്ന് അറിയാമോ? ദേവനാരായണൻ. അവനെ കൊല്ലണോടി നിനക്ക്. മുത്തശ്ശി, ഞാൻ എന്താ വേണ്ടത്? എന്താ മോളെ? ആ വാതിലടക്കി. പോയി വാതിലടക്കണി. മുമ്പൊരിക്കല് തളർന്നു വീണെന്ന് എന്നോട് മനസ്സിന്റെ സങ്കടം എന്താണെന്ന് ദേവനാരായണൻ ചോദിച്ചപ്പോ കൂട്ടുകാരിയുടെ സങ്കടത്തിന്റെ ഒരു കഥ നീ പറഞ്ഞു. അന്ന് പ്രിയങ്കയോ വരുണോ കൺമുമ്പിൽ ഇല്ലായിരുന്നു. ഇപ്പൊ അവരിങ്ങോട്ട് വരാൻ പോവുക. മോൾക്ക് വേണ്ടി അമ്മ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടോ? ഞാനൊന്നും കരുതിയിട്ടില്ല. ഒന്ന് കാണിച്ചതുപോലെ ബോധക്കേട് അഭിനയിച്ച് ഇവളെ രക്ഷിക്കാനോ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയ കാര്യമോ പറയാൻ ശ്രമിച്ചാൽ പിന്നെ ആറ്റുവാശ്ശേരി എന്നൊരു കുടുംബമില്ല. മനസ്സിലായോ നിനക്ക്? വരുണും പ്രിയങ്കയും വരാൻ സമയമായി. അവര് തിരിച്ചു പോകുന്നത് വരെ ഇവള് ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഇവള് പിന്നെ എവിടെ പോവാനാ? അല്ലാത്തപ്പോ നാട് മുഴുവൻ തെണ്ടുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ. സിനിമാ നടിയെയോ ഗായികയോ ആരാണെന്ന് വെച്ചാ വിളിക്കട്ടെ, എന്നിട്ട് പൊയ്ക്കോട്ടെ ശവം. അത് പറ്റില്ല. ഇവള് ഈ കുടുംബത്തിലെയാ. മാറി ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, ദേവനാരായണനോട് ഞാൻ തന്നെ നേരിട്ട് ഇതൊക്കെ ചെന്ന് പറയാം. ബാക്കി സംഭവിക്കുന്നതൊക്കെ നീ നേരിട്ടുള്ളൂല്ലോ അല്ലേ? അതൊന്നും വേണ്ടമ്മേ, ഞാൻ മുത്തശ്ശി പറയുന്ന പോലെ അനുസരിച്ചോളാം. മുത്തശ്ശി അവരെന്നെ കാണില്ല. മോളെ, അമ്മേ,
മുത്തശ്ശി പറഞ്ഞ പോലെ അലഞ്ഞു തിരിയാൻ നാട്ടിൽ ഇഷ്ടം പോലെ സ്ഥലമില്ലേ? തെരുവ് നായ്ക്കൾ നടക്കുന്നില്ലേ? പിന്നെന്താ കുഴപ്പം? എന്റെ ഈശ്വര, ദൈവമേ. മതി മതി, അവസരം കിട്ടിയ അത് മുതലെടുക്കാൻ രണ്ടിനും നന്നായിട്ട് അറിയാം. നീ പ്രാർത്ഥിച്ചോ യശോദേ, വരുന്നവര് ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു പോണേന്ന്. യശോദേ, ദേ മക്കള് വന്നു. പോ അങ്ങോട്ട്. അച്ഛാ, മോളെ, ആ സർ. അമ്മേ, ഇതെന്തു പറ്റി മോനെ? മോന്റെ മുഖത്തൊരു ക്ഷീണം പോലെ. ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്നലെ അല്പം ലേറ്റായിട്ടാ കിടന്നേ. അല്ല, നിങ്ങൾ പുതുമോടികളല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ പറയാനിരിക്കുന്നു. വാ വാ. വാ വാ, അകത്തേക്കോ. മുത്തശ്ശി, ഒരു കുഴപ്പമില്ല, വാ. അങ്ങോട്ടിരിക്കുക. അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ആ, അവിടെ മറ്റാർക്കും കുഴപ്പമൊന്നുമില്ല. അതെന്താ മറ്റാർക്കും കുഴപ്പമില്ലെന്ന് പറഞ്ഞേ? അല്ല, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരെക്കുറിച്ചല്ലേ പറയേണ്ടത്. ആ മോനെ, അത്യാവശ്യം വേണ്ടപ്പെട്ട 1-2 വീടുകളുണ്ട്. അവിടെ 1-2 പേര് സുഖമില്ലാതെ കിടക്കുക. ഞാൻ ഈയിടെ കാണാൻ ചെന്നപ്പോ പ്രിയങ്ക മോളുടെ ഭർത്താവിനൊന്നും കണ്ടില്ലല്ലോ എന്നവർ സങ്കടം പോലെ പറഞ്ഞു. ഒഴിവുണ്ടെങ്കിൽ 2 പേരും കൂടി അവിടെ വരെ ഒന്ന് പോകണം. ആ, നമുക്ക് നോക്കാം. ഇന്ന് പറ്റിയില്ലെങ്കിൽ തന്നെ ഇനി ഒരു ദിവസം അതിനായിട്ട് വരാം. ഓ, അത് മതി, ധാരാളം. ചായ കുടിച്ചു കഴിഞ്ഞിട്ടേ നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് മോന് കാണിച്ചു കൊടുക്കും മോളെ. കാണാൻ രസമുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് മോനെ. ആയിക്കോട്ടെ. ഏതായാലും ഇവിടുത്തെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വരുണും പ്രിയങ്കയും വരാൻ സമയമായി. അവര് തിരിച്ചു പോകുന്നത് വരെ ഇവളീ വീട്ടിലുണ്ടാവാൻ പാടില്ല. എടോ, തന്നെയല്ലേ ഞാൻ താലി കെട്ടിയത്. താനല്ലേ എൻ്റെ വധുവായിട്ട് അടുത്ത ഭാഗത്തിരുന്നത്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ കൂടെ ജീവിക്കുന്നത് നീ അല്ലാന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ നിന്നെ തേടി നിൽക്കുക. ഞാൻ ഈ ജീവിതത്തിൽ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനി മരിക്കുന്നവരെ നിന്നെ മാത്രമേ സ്നേഹിക്കൂ.